സെക്രട്ടറിയുടെയും ലാബ് അസിസ്റ്റൻ്റെയൊക്കെ റിസൾട്ട് അതും പ്രിലിംസ് റിസൾട്ട് വന്ന് മെയിൻസിലേക്ക് പ്രിപ്പറേഷനിൽ കിടക്കുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഞങ്ങളോട് പറയുന്ന ഒരു ആശങ്കയാണ്, സാറേ എനിക്കിത് പ്രിലിംസ് ഒക്കെ സാധാരണ എല്ലാ തവണയും കിട്ടാറുണ്ട്, പക്ഷേ മെയിൻസ് കിട്ടാറില്ല. അതും നല്ല മാർക്കിലാണ് പ്രിലിംസ് ഒക്കെ ക്വാളിഫൈ ആവുന്നത്, പക്ഷേ മെയിൻസ് വരുമ്പോഴത്തേക്ക് കട്ട് ഓഫിന് പുറത്താവുന്നു, അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള റാങ്ക് ലഭിക്കുന്നില്ല, തുടങ്ങിയ കാര്യങ്ങൾ. ആക്ച്വലി ഇതിൻ്റെ ഒരു റീസൺ കോമ്പറ്റീഷനാണ്, ഹൈ കോമ്പറ്റീഷൻ. പക്ഷേ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ പ്രിലിംസിനും മെയിൻസിനും ഇടയിലുള്ള ഒരു ടൈം ഫ്രെയിം ഉണ്ടല്ലോ, അത് അവർ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അതിലൊന്ന് സിലബസ് ആണ്, രണ്ടാമത്തത് എക്സാം പാറ്റേൺ മനസ്സിലാക്കുക, മൂന്നാമത്തത് അപ്ഡേഷൻസുകൾ തിരിച്ചറിയാം. അതിൽ നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് പറയാം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയാം, സിലബസ്. സിലബസിലെ ഓരോ മേഖലയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതി സിലബസിനെ അരിച്ചു പറക്കി പഠിക്കാനുള്ള സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ സിലബസിൽ കൃത്യമായി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസിനെ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഇനി ഞാൻ ഈ ഓരോ ടോപ്പിക്കുകളും എവിടെ നിന്നൊക്കെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് റെഫർ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ SCRT-യിൽ ആവശ്യത്തിലധികം ഫാക്ട്സുകൾ ഉണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ SCRT-യിൽ നമുക്ക് റിലേ ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ജോഗ്രഫി അതുപോലെ തന്നെയാണ്. SCRT-യിൽ ആവശ്യത്തിലധികം ഫാക്ട്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത്. എന്നാൽ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ബഡ്ജറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ബഡ്ജറ്റിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ കറന്റ് റിലവൻ്റ് ആയിട്ടുള്ള എക്കണോമിക്സ് പാർട്ടുകൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇന്ത്യൻ പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ SCRT-ൽ അധികം കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ചോദ്യങ്ങൾ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളത്. റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യൻ പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഫാക്റ്റുകൾ കൂടി മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് പൊളിറ്റിക്സ് പഠിക്കാൻ. ദെൻ ഈ പറയുന്ന പോലെ കേരള ഭരണ സംവിധാനങ്ങൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് പാർട്ടും ഒപ്പം തന്നെ ഒരു കറൻ്റ് റിലവൻ്റ് ആയിട്ടുള്ള പോർഷൻസും കൂടെ ഉള്ളതാണ് ഈ കേരളം ഭരണ സംവിധാനം. അതായത് ഗവൺമെൻറ് വെബ്സൈറ്റുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകണം ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടി. ഒപ്പം തന്നെ SCRT-യിൽ നമുക്ക് ഇതിലെ ചെറിയ പാർട്ടുകൾ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ചാപ്റ്ററുകളും റെഫർ ചെയ്ത് പോകേണ്ടതുണ്ട്. ദെൻ സയൻസ് മേഖല എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് SCRT-യിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ SCRT-യിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് സയൻസ് എന്ന് പറയുന്നത്. കാര്യം SCRT-യിൽ ഒത്തിരി അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. പുതിയതും പഴയതുമായിട്ടുള്ള SCRT നോക്കി കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ടോപ്പിക്കുകളുണ്ട്. ക്വസ്റ്റ്യൻസ് ഒരുപാട് നമുക്ക് അതിൽ നിന്ന് തന്നെ ചോദിക്കാൻ സാധിക്കുന്നുണ്ട്. തന്നെ സയൻസ് മേഖല SCRT-യിൽ പൂർണ്ണമായി റിലേ ചെയ്യാം. ഇനി കലാ, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയ മേഖലകൾ കറൻലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കൂടുതലും. എന്ന് കരുതി സ്റ്റാറ്റിക് പാർട്ട് വേണ്ടെന്നല്ല, ബട്ട് കറൻലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു മേഖല കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ബെയർ ആക്ട് പഠിക്കാൻ നമുക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നോട്ട്സുകൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ടെലഗ്രാം ചാനലുകളിലും. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ അല്ലാതെയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും സുപ്രധാന നോട്ട്സുകൾ. അപ്പോൾ നോട്ട്സുകൾ റാങ്ക് ഫയലിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് ആനുകാലിക വിഷയങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ക്രൂഷ്യലായിട്ട് റോളുള്ള ഒരു സബ്ജക്റ്റാണ്. ഒപ്പം തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടൈം ഫ്രെയിമിൽ കവർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഉള്ളൊരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഈ ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ ഇത്രയും വലിയ ഒരു കറണ്ട് അഫേഴ്സ്, അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ഉള്ള കറണ്ട് അഫേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സിനെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയി തിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളവുമായി റിലേറ്റ് ചെയ്ത കറണ്ട് അഫേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്ന അപ്പോയിൻമെൻറ്റ്സുകൾ, പിന്നെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത സ്പോർട്സ് ആക്ടിവിറ്റീസ്, പിന്നെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത സാഹിത്യ അക്കാദമി അവാർഡ്സുകൾ, പിന്നെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് എന്താ പറയുക വേറൊന്നുണ്ട് ഫിലിം ഫെസ്റ്റിവൽ, ഈ പറയുന്ന പോലെ ഫിലിം അവാർഡ്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ. അത്തരത്തിൽ വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അത് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് അത് തന്നെയാണ്. ഇന്ത്യയിൽ നടന്ന ടൂർണമെൻറ്റ്സുകൾ, നാഷണൽ ഗെയിംസ്, പിന്നെ വേൾഡ് മീറ്റുകളിലൊക്കെ, ഇപ്പോൾ ഒളിമ്പിക്സ് റീസെൻ്റ് ആയിട്ട് നടന്ന ഒളിമ്പിക്സുകൾ, അതിനെപ്പറ്റി പഠിക്കുക. പിന്നെ വേൾഡ് കപ്പ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ സ്പോർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സയൻസ് മേഖലയ്ക്ക് വരുമ്പോൾ ISROയുടെ കോൺട്രിബ്യൂഷൻസ്, റീസെൻ്റ് ആയിട്ട് നടത്തിയ മിസൈൽ പരീക്ഷണങ്ങൾ, ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ സർജൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ബഡ്ജറ്റ് എക്കണോമിക്സ് റിലേറ്റ് ചെയ്ത ബഡ്ജറ്റുകൾ, പിന്നെ മിനിസ്ട്രിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. പിന്നെ വരുന്ന കാര്യങ്ങൾ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻ്റർനാഷണൽ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ UNO-ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, നാസയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അത്തരത്തിൽ നമുക്ക് സെഗ്മെൻറ്റൈസ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ കറണ്ട് അഫേഴ്സിനെ പഠിക്കാം. പിന്നെ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് റെഫർ ചെയ്യുക. അത് അതിൻ്റെ നോട്ട്സുകൾ ഈ പറയുന്ന പോലെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത മേഖല വന്നു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ മാത്രം മതി. 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻസുകൾ റെഫർ ചെയ്താൽ കുറച്ചുകൂടെ നല്ലത്. ബട്ട് ഈവൻ ദോ അതിന് മുമ്പും വലിയ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതും തന്നെ റെഫർ ചെയ്ത് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തുടങ്ങിയ സബ്ജക്ട്സുകൾക്ക് തയ്യാറെടുക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ക്വസ്റ്റ്യൻ പാറ്റേൺ, റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ സോഴ്സ് മനസ്സിലാക്കുക, റാങ്ക് മേക്കേഴ്സ് നമ്മൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ അവരുടെ ഒരു ഡിഫറൻസ്, ബട്ട് എന്താണ് അവരെ മറ്റു കാൻഡിഡേറ്റ്സിനെ മേക്ക് ചെയ്യുന്ന ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം, ഹോട്ട് ടോപ്പിക്സുകൾ.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഹിസ്റ്ററി എടുക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കേരള ഹിസ്റ്ററിയിലെ കുറച്ച് ഫാക്ട്സുകൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പറയുന്ന പോലെ പോർച്ചുഗീസ്, ഡച്ച്, അവരുടെ അറൈവൽ, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുമായിട്ട് നടന്ന വാറുകൾ വരുമ്പോൾ കുഞ്ഞാലി മണിക്കാർ, അവരുമായിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാരുടെ റൂളിൻ്റെ സമയത്ത് നടന്ന കലാപങ്ങൾ, ഇപ്പോൾ കുറിച്യർ കലാപം വയനാടുമായിട്ട് റിലേറ്റഡ്. സോ അത് പിന്നെ ഈ ബ്രിട്ടീഷുകാരുമായിട്ട് നടത്തിയ അലയൻസുകൾ. അപ്പോൾ അലയൻസിൻ്റെ കാര്യം പറയുമ്പോൾ ട്രാവൻകൂർ എംപയർ, അവരുടെ പോളിസീസ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ട്രാവൻകൂർ എംപയർ പോളിസീസ് കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ അവിടുത്തെ റിനേസൻസ് ലീഡേഴ്സ്, അവർ കൊണ്ടുവരുന്ന മൊമെൻറ്റ്സുകൾ. പിന്നെ വരുന്നത് ഈ എന്താ പറയുക, കോൺഗ്രസ്, കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മലബാർ കോൺഗ്രസ് സബ്മിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ വിമോചന സമരവും കേരള ഫസ്റ്റ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഐക്യ കേരള പ്രസ്ഥാനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കലാപങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേരള ഹിസ്റ്ററിയുടെ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഹോട്ടായിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറയാം. ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2020 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും റെഫർ ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ വന്നു കണ്ടെത്താം. അല്ലെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ കൃത്യമായി കേരള ഹിസ്റ്ററിയുടെ ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട്. ടോപ്പിക് വൈസ് ടെസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 40 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 40 ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ചോദ്യങ്ങൾ വന്ന മേഖലകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ മേഖലകൾ പഠിക്കുക. അതുപോലെ എല്ലാ ടോപ്പിക്കിനെയും ഇമ്പോർട്ടൻ്റ് മേഖലകൾ തിരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സ് പിക്ക് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ സോഴ്സുകൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ സോഴ്സുകൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പോൾ സീരീസിൽ തന്നെ പുതിയ SCRT ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ കണ്ടറിയാം, പുതിയ SCRTയിലോട്ട് PSC കടന്നു കഴിഞ്ഞു. ഇനിയുള്ള എക്സാം ASMലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ SCRT ചാപ്റ്റർ വൈസ് എക്സാംസുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് മനസ്സിലാക്കാം ഇനി ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന എക്സാമിൽ പുതിയ SCRT നിന്നായിരിക്കും ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ സോഴ്സുകൾ മനസ്സിലാക്കാം. ഇനി പുതിയ SCRTയിൽ അല്ലെങ്കിൽ പഴയ SCRTയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ക്വസ്റ്റ്യൻ സോഴ്സ് അല്ല. ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലെ ചോദ്യങ്ങൾ വരും, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരും, അത് ഉൾപ്പെടുത്തണം. പിന്നെ കറൻറ്റ്ലി റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പാർട്ടിലുള്ള GK ആയിട്ട് കണക്ഷൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ സോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് എന്താണ്? നമ്മളെ കൃത്യമായി പരീക്ഷയുടെ ഈ ഒരു ടൈം ഫ്രെയിം യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഒരു പരീക്ഷ ഹോളിൽ ചെല്ലുമ്പോഴല്ല നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ തിരിച്ചറിയണം, മറിച്ച് ഓരോ ഡേ ബൈ ഡേ പ്രാക്ടീസിലും നമ്മുടെ വീക്ക് പോയിന്റ്സുകൾ നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഡേ ബൈ ഡേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാരുമായി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് അറിഞ്ഞൂടാ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു ഇപ്പോൾ ഒരു ടെസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസിലെ കാര്യം പറഞ്ഞു, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് നമ്മൾ ബോൾ ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു എക്സാമിൽ മാർക്ക് കുറവാണ്. ആ മാർക്ക് കുറവാണെന്ന് മനസ്സിലാക്കുന്നതിനുപരി ഈ പറഞ്ഞാൽ നമുക്ക് തെറ്റിയ മേഖലകൾ മനസ്സിലാക്കുമ്പോൾ തന്നെ വീക്ക് പോയിന്റ്സുകൾ എന്തെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ആ വീക്ക് പോയിന്റ്സ് പിറ്റേ ദിവസത്തെ പഠനത്തിൽ ഉൾപ്പെടുത്തുക, അത് കറക്റ്റ് ചെയ്ത് പോവുക. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തെറ്റിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്. അത് ഇപ്പോഴേ നമ്മൾ സഹിച്ച് ആ എക്സാമുകൾ എഴുതാനുള്ള മനസ്സ് അല്ലെങ്കിൽ മനക്കരുത്ത് ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് പരീക്ഷ ഹോളിൽ റിയൽ പരീക്ഷാ ടൈമിൽ എന്ത് ചെയ്യാൻ വേണ്ടി വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റാങ്ക് മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഓഫ് ദെയർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കൃത്യമായ റിവിഷൻ അല്ലെങ്കിൽ ഫോളോ അപ്പ് ആണ്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ റിവിഷൻ ചെയ്യുന്നു, കൃത്യമായി അവർ ഫോളോ അപ്പ് ചെയ്യുന്നു, അവരുടെ വീക്ക് പോയിന്റ്സുകളും സ്ട്രെങ്തുകളും മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് അവർ എക്സാം ഹോളിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അപ്ഡേഷൻസ് ഞാൻ പറഞ്ഞു. പുതിയ എക്സാംസ് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ ആ രീതി ചെയ്യുന്നു. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ റീസെൻ്റായിട്ട് അറ്റൻഡ് ചെയ്ത എക്സാമുകളിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റ്സുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ പഠനത്തിൽ എന്ത് ചെയ്യുക, അപ്ഡേഷൻസുകൾ കൊണ്ടുവരിക. ഇപ്പോൾ PSCയെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി പുതിയ SCRTയുടെ ഇമ്പോർട്ടൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പുതിയ SCRT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബുക്സ് ടു റെഫർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ റാങ്ക് ഫെയിലുകൾ പഠിക്കേണ്ടതെന്നല്ല, റാങ്ക് ഫെയിലുകളിൽ നിന്നുള്ള ഫാക്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമുക്ക് പ്രിൻസിപ്പൽ ടെസ്റ്റ് ആയിട്ടുള്ള SCRT പഴയ SCRT പുതിയ SCRT കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആക്റ്റുകൾ, ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും റെഫർ ചെയ്ത് പഠിക്കുക. സോ ദാറ്റ്സ് ഫോർ ദിസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കുറച്ച് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും സോൾവ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ടെലഗ്രാം ചാനൽ ഞങ്ങൾ ഫ്രീ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എന്ത് ഡൗട്ടും, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെൻറ്ററിനോട് ചോദിക്കാം ടെലഗ്രാം ചാനലിൽ തന്നെ. സോ അവർ ഉടനെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുള്ളതുകൊണ്ട് പതുക്കെ സോൾവ് ചെയ്യുള്ളൂ. എന്നാലും ഈവൻ നിങ്ങളുടെ ഡൗട്ടുകൾ അവർ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ദിസ്. എല്ലാവരും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, അതിനുപരി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനും പിന്നെ പുതിയ ടെസ്റ്റ് സീരീസിനെ പറ്റിയുള്ള വിവരങ്ങളും ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. താങ്ക് യു ഓൾ.